2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നിയമപരമായ ഒരു വലിയ വിജയം തന്നെ. അമേരിക്കൻ സുപ്രീം കോടതി വരെ അയാൾ പോയെങ്കിലും കോടതിയും അയാളെ എക്സ്ട്രഡേറ്റ് ചെയ്യാൻ, ഇന്ത്യയിലേക്ക് അയക്കാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. താൻ മുസ്ലിമാണെന്നും ഇന്ത്യയിൽ ചെന്നാൽ കൊല്ലപ്പെടുമെന്നും ഭീകരമായിട്ട് മർദ്ദിക്കപ്പെടുമെന്നും ഒക്കെ പറഞ്ഞുവെങ്കിലും സുപ്രീം കോടതിയിൽ അത് ഫലിച്ചില്ല. എന്തായാലും തഹാവൂർ റാണയുടെ വിധി ഇപ്പോൾ 18 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്, NIA കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. ഇനി കോടതിയിൽ വിചാരണ നടക്കും, ശിക്ഷ കിട്ടും. എന്താണ് ശിക്ഷ എന്നാണ് കാത്തിരിക്കേണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞത്, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്, ബീഹാറിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലും. പരസ്യമായിട്ടല്ല, തൂക്കിക്കൊല്ലും. കാരണം ജനങ്ങളുടെ ഒരു സിമ്പതിയും പ്രാധാന്യവും കിട്ടുന്നതിന് വേണ്ടി എന്ന് ആരോപണം പറയുകയുണ്ടായി. അപ്പം ഈ 2008 മുംബൈ ഭീകരാക്രമണ കേസ് വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാനും. പ്രധാനപ്പെട്ട കാരണം അതിൽ 160 പേര് മരിച്ചതിൽ 6 പേര് അമേരിക്കക്കാരായിരുന്നു. അമേരിക്കയിൽ നിന്ന് വിർജീനിയയിൽ നിന്നുള്ളൊരു സ്വാമി, ഇവിടെ ചബാദ് ഹൗസ്, യഹൂദരുടെ അഭയകേന്ദ്രമായിട്ടുള്ള ചബാദ് ഹൗസ് എന്ന് പറയുന്ന അവിടെയും ആക്രമണം നടന്നു. അവിടെ മരിച്ചവര്, അവിടെ ജനിച്ചൊരു കുട്ടിയെപ്പറ്റി നമ്മൾ ആ കാലത്തൊക്കെ കാര്യമായിട്ട് എഴുതുകയും ചെയ്തതാണ്. അങ്ങനെ പലരെ പറ്റിയും ആ സമയത്ത് എഴുതുകയുണ്ടായി. അവരുടെ ബന്ധുക്കളെല്ലാം, ഇവിടുത്തെ ബന്ധുക്കളെല്ലാം ബന്ധപ്പെടുകയും അവരെ പറ്റിയെല്ലാം കാര്യമായിട്ട് എഴുതുകയും ചെയ്തതാണ്. അപ്പോൾ ഈ സംഭവത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇതിലെ തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തഹാവൂർ റാണ ഈ മുംബൈ ഭീകരാക്രമണ കേസിൽ അമേരിക്കയിൽ അങ്ങേരെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. യാതൊരു ശിക്ഷയും കിട്ടിയില്ല. നേരെ മറിച്ച് അയാൾക്ക് 14 വർഷം ഇവിടെ ശിക്ഷ കിട്ടി. അത് വേറെ കേസിലാണ്. കേസ് എന്താണെന്ന് വെച്ചാൽ, ഇയാളും തഹാവൂർ റാണയും ഇയാളുടെ കൂട്ടാളി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറഞ്ഞ ഒരു കക്ഷിയും, ഇവർ രണ്ടുപേരും കൂടെ ഡെൻമാർക്കിലെ ഒരു പത്രത്തിൽ പ്രോഫറ്റിന്റെ, പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ആ പത്രം ആക്രമിക്കുന്നതിന് പ്ലാനിട്ടു. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള സഹായങ്ങളെല്ലാം ഇവർ ചെയ്തു, ഇവർ രണ്ടുപേരും. ആ കേസിൽ ഹെഡ്ലി 35 വർഷത്തേക്കും ഇയാൾ തഹാവൂർ റാണ 14 വർഷത്തേക്കും ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഹെഡ്ലിക്ക് അതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഹെഡ്ലി ഇടയ്ക്ക് കേസിൽ അമേരിക്കൻ അധികൃതരെയൊക്കെ സഹായിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ അയാളുടെ ശിക്ഷ കുറയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹെഡ്ലി തന്നെ തഹാവൂർ റാണയ്ക്കെതിരെ മൊഴി കൊടുക്കുകയും ചെയ്തു, പലവട്ടം മൊഴി കൊടുക്കുകയും ചെയ്തു. അപ്പം അയാൾ ഡബിൾ ഏജന്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏജന്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പാർട്ടിയാണ്.